ലൂലോ, എന്തൊക്കെ വിശേഷങ്ങള്? നല്ല ആളാ, ഒരു കാർ ഇട്ടിരുന്നെങ്കിലേ ഞങ്ങൾ സ്വീകരിക്കാൻ പിന്നെ ആരാ മൂലമനുഷ്യൻ? എന്റെ അമ്മാവനാണ്. മകളുടെ ഭർത്താവിനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. മകളുടെ ഭർത്താവ് എവിടെ പോയി? എന്റെ അമ്മാവൻ ഇന്ന് വരെ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് വേണ്ടേ മകളുണ്ടാകാൻ? സുന്ദരമായ ഭ്രാന്ത് ചികിത്സിക്കാൻ കൊണ്ടുവന്നാണ്. അല്ല, വീട്ടുടമസ്ഥനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഐഡിയ എന്താണ്? സമയം വൈ, ഞാൻ ഇറങ്ങട്ടെ. എവിടേക്ക്? പുതിയ താമസ സ്ഥലത്തേക്ക്. പുതിയ താമസ സ്ഥലം? നിങ്ങൾ അന്വേഷിച്ച സ്ഥലമില്ല, ഞാൻ അന്വേഷിക്കുമ്പോ ഉണ്ട്. 2 ദിവസം ഒരു കറക്കം. ഇതേ കിടക്കുന്നു എന്നെയും കാത്തൊരു മാളിക. 2 മാസത്തെ വാടക മുൻകൂറായിട്ട് ചോദിച്ചുള്ളൂ. അത് കൊടുത്ത് താക്കോലും വാങ്ങി ഇന്ന് അങ്ങോട്ട് താമസവും മാറ്റി. നല്ല വീടാണ്, ഏകാന്തതയുണ്ട്, ഇരുന്ന് വല്ലതുമൊക്കെ എഴുതാനും പറ്റും. ആവശ്യം കഴിഞ്ഞ് 3 മുറികൾ ഒഴിഞ്ഞിടപ്പുണ്ട്. 3 മുറികൾ ഒഴിഞ്ഞിടപ്പുണ്ട്. കുഞ്ഞുങ്ങളെ, മനോഹരമായ പറമ്പ്, സുന്ദരമായ മാളിക, റോഡ് സൈഡ്, ഐഡിയൽ പ്ലേസ്. ഞങ്ങളും വരാം. എന്താ റെഡി? അവിടെ ഇലക്ട്രിക് ലൈറ്റ് ഇല്ല. അത് സാരമില്ല, എവിടെയായാലും ഞാൻ റെഡി. വരുന്ന പത്രങ്ങളും മാസികകളും കാശിയറിയില്ലാതെ വായിക്കാമല്ലോ. ഏത് റോഡിലാണ് ഈ വീട്? ഇതേ റോഡിൽ. ഇതേ റോഡിലോ? യെസ് സർ. എന്റെ ദൈവമേ, ഭാർഗവീ നിലയം. എന്താരും ഒന്നും മിണ്ടാത്തെ? അത് മനുഷ്യർക്ക് താമസിക്കാൻ കൊള്ളില്ല. അവിടെ ഒരു രക്തരക്ഷസ് കുടിയിരിപ്പുണ്ട്. രക്തരക്ഷസ് വേണമെങ്കിൽ താഴെ ഏതെങ്കിലും മുറി താമസിക്കട്ടെ. ഞാൻ മോളിൽ താമസിക്കും. ചെന്ന് താമസിച്ചു നോക്കും. ഞാൻ എവിടെയെല്ലാം താമസിച്ചിരിക്കുന്നു മിസ്റ്റർ രാമദാസ്. ഇതതുപോലെയല്ല. നിങ്ങൾ രാത്രി അവിടെ ഉറങ്ങുമ്പോൾ ജനലുകളെല്ലാം പട്ടപട്ടാന്നടയും. പൈപ്പുകൾ തുറന്നു വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കും. ഓണിപ്പടിയിൽ ആരോ ടപ് ടപ് കയറുന്നതോ ഇറങ്ങുന്നതോ പോലെ ചിലങ്കകളുടെ ശബ്ദം. ചിലിം കിളിം ചിലിം. പിന്നെ നെഞ്ചത്തിരുന്ന് കഴുത്തിന് ഞെക്കും. എന്റെ ഹൃദയം പരിശുദ്ധമാണ്, എന്നെ ഉപദ്രവിക്കില്ല. ആ, വേണമെങ്കിൽ ഞാൻ ആ രക്തരക്ഷസിന്റെ കഥ എഴുതാം. ആരാണ് ഈ രക്തരക്ഷസ്? ആ വീട്ടിലെ ഓമന സന്താനം. 21 വയസ്സ്, BA ഫൈനലിന് പഠിക്കുകയായിരുന്നു. പേര് ഭാർഗവി. പെണ്ണാണല്ലേ? പറഞ്ഞാ മനസ്സിലാവും. വിദ്യാഭ്യാസമുണ്ട്. ആ, എന്നിട്ട് പരമസുന്ദരി. കുറച്ചേ സംസാരിക്കും. വെളുത്ത് പാകത്തിന് പൊക്കം. പാട്ട്, ഡാൻസ് എല്ലാം അറിയാമായിരുന്നു. അത് ശരി. ആ വീട്ടിൽ വലിയ ആഴമുള്ള ഒരു കിണറുണ്ട്. ആ, ആഴമുണ്ട്. ഞാൻ ചെന്ന ഉടനെ ഒരു വലിയ കല്ലെടുത്തിട്ട് നോക്കി. നല്ല തുടക്കം. ആ കിണറ്റിലാണ് അവൾ ചാടിച്ചത്. കാരണം പ്രേമനൈരാശ്യം. ആരായിരുന്നു കാമുകൻ? ഒരു ശശികുമാർ. അയാളിപ്പോ എവിടെ? പോയി. എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. പാട്ട് എഴുതും, ഡാൻസ് കമ്പോസ് ചെയ്യും. താമസം ഭാർഗവി നിലയത്തിന്റെ തൊട്ടടുത്ത്. എന്നിട്ട് രണ്ടുപേരും ദിവ്യ പ്രേമത്തിൽ. ഭാർഗവിക്ക് ചിരിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. തമാശ കേട്ടാൽ ചിരിക്കും, കണ്ടാൽ ചിരിക്കും. ഒരു ചിരി കൊടുക്ക. ഇപ്പൊ പെണ്ണിന് ഭയങ്കര പുരുഷവിദ്വേഷം. പുരുഷവിദ്വേഷം ഉണ്ടല്ലേ? പകലും അപ്പറമ്പിൽ കയറാൻ ആളുകൾക്ക് ഭയമാണ്. ഏതായാലും ഞാൻ അങ്ങോട്ട് പോവുകയാണ്. പോകരുത്, ഇവിടെ താമസിക്കും. പോകാതിരിക്കുന്നതാണ് നല്ലത്. പോകണ്ട. ഗുഡ് നൈറ്റ്. ഇത് കയ്യിലിരിക്കട്ടെ. ഗുഡ് ബൈ.
ഭാർഗവിക്കുട്ടി, ഗുഡ് മോർണിംഗ്. അതായത് ഗുഡ് ഈവനിങ്. തമ്മിൽ പരിചയമില്ല. ഒരു പാവപ്പെട്ട സാഹിത്യകാരനാണ്, ഒരു ഏകാന്ത സഞ്ചാരി, ഇവിടുത്തെ പുതിയ താമസക്കാരൻ. ഞാനിന്ന് കാലത്തെ കിണറ്റിലൊരു കല്ലെടുത്തിട്ടു. ഒന്നും അറിയാതെയാണ്. ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ ഭാർഗവിക്കുട്ടി? ഭാർഗവിക്കുട്ടി, ഭാർഗവിക്കുട്ടിയെ പറ്റി പല കഥകളും ഞാനിന്ന് കേട്ടു. ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല. ഭാർഗവിക്കുട്ടി, ചിരിക്കണമെങ്കിൽ വഴിയുണ്ടാക്കാം. ഞാൻ കുറെ തമാശ കഥകൾ എഴുതി വായിച്ചു കേൾപ്പിക്കാം. ഭാർഗവിക്കുട്ടി, ശ്രദ്ധിച്ചു കേൾക്ക്. കയ്യിലുണ്ടായിരുന്ന കാശ് 2 മാസത്തെ വാടക കൊടുത്തു. എനിക്ക് പോകാൻ വേറെ ഇടമില്ല. കയ്യിൽ കാര്യമായിട്ട് കാശുമില്ല. ഈ ഭവനത്തിൽ ദീപം തെളിയട്ടെ. ഭാർഗവിക്കുട്ടി, ഈ വിളക്ക് നിന്റേതും എന്റേതുമാണ്. നിന്റേതും എന്റേതും.